ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാനൊരു തുണ്ട മീൻ അത് ഞങ്ങൾ കഷ്ണമായിട്ട് വാങ്ങിച്ചതാണ്. അത് ഞാൻ മല്ലി, മുളക്, മഞ്ഞൾ, ഉപ്പ് ഇവയെല്ലാം കൂടെ ചേർത്ത് ഞെരടി വെച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അത് ഹാഫ് ബോയിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. മൊത്തം വറക്കേണ്ട കാര്യമില്ല, കറി വെക്കാനായതുകൊണ്ട്. മൊത്തം വറുത്താൽ കല്ല് പോലായി പോകും. പിന്നെ നമുക്കത് കറിക്കൊരു സുഖം ഉണ്ടാകത്തില്ല. ഞാൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഒന്നുകൂടെ ആ വശവും കൂടെ ഒന്നായി കഴിയുമ്പോൾ ഞാനൊരു ചട്ടിക്കകത്തോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഞാൻ ആ എണ്ണയും മാറ്റി ഇങ്ങനെ എടുക്കുന്നുണ്ട്. ആ എണ്ണ ഇനിയും വേറൊന്നിനും കൊള്ളത്തില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ ആ എണ്ണയും കൂടെ ചേർത്ത് ഞാൻ ആ മീനങ്ങ് വേവിക്കും അതിനകത്ത്. അപ്പോൾ പിന്നെ എക്സ്ട്രാ എണ്ണ ഒഴിക്കേണ്ട കാര്യമില്ല. ഞാൻ പിന്നെ കടു പൊട്ടിക്കാൻ ഒരു തുള്ളി എണ്ണ ഇവിടെ ഒഴിക്കുന്നുള്ളൂ. മൂപ്പിക്കുന്ന ആ എണ്ണയ്ക്കകത്ത് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഇതിനകത്ത് ഒത്തിരി മുളക് ഇനിയും ചേർക്കേണ്ട. അതുകൊണ്ട് ഞാൻ ഒരു നുള്ളു മുളകും ഒരല്പം മല്ലിപ്പൊടിയും കൂടെ ഇടുന്നുള്ളൂ. അത് കഴിഞ്ഞ് അല്പം ഉലുവ ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചേക്കുവാണ്. അതുപോലെ കുരുമുളക് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് കീറി ഞാൻ വെച്ചിട്ടുണ്ട്. അതും കൂടെ ഞാൻ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ചട്ടിക്കകത്തോട്ട് മാറ്റി വെച്ചു വറുത്ത്. പകുതി ഹാഫ് ബോയിലാണ്. അത് ഞാൻ കടുകും കരിവേപ്പിലയിട്ട് കടുക് വറുത്ത ശേഷം പച്ചമുളകും കുരുമുളകും ഉലുവായും കൂടാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അത് കടുക് പൊട്ടിയ ശേഷമാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഞാൻ അതിനകത്തോട്ട് ആ കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുത്ത് പെട്ടെന്ന് ഇതാകും കേട്ടോ. കാരണം ഇതിനകത്ത് ഒത്തിരി വെള്ളം ചേരുന്നില്ല. ഞാൻ ആ ചട്ടി മെഴുക്കിയെടുത്ത വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ച് അതിനകത്തെ ആ ഇരുന്ന എണ്ണ അതിനകത്ത് ആ ചട്ടിക്കകത്ത് ഞാൻ ഈ വറുത്ത എണ്ണയും കൂടെ അങ്ങ് മാറ്റിയായിരുന്നു. ആ എണ്ണയും കൂടെ വരുന്നുണ്ട്. അതിനകത്തെ മുളകിൻ്റെ അംശവും ഉണ്ടായിരുന്നു. കാരണം ഞാൻ മുളക് പുരട്ടിയായിരുന്നു വറുത്തത്. അപ്പോൾ അതിനകത്ത് ആ മുളക് പിന്നെ ഒത്തിരി നേരം വെക്കാഞ്ഞുകൊണ്ട് ആ മുളക് ആ എണ്ണയ്ക്കകത്ത് ഉണ്ടായിരുന്നു. അത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ് ഈ നിറം വന്നിരിക്കുന്നത്. ഞാനത് ഒന്ന് വെള്ളം കൂടെ ഞാൻ ചട്ടി കഴുകി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ തക്കാളിക്ക ഇടുന്നില്ല, അതുപോലെ കായം ചേർക്കുന്നില്ല ഇന്നത്തെ കറിക്ക്. സാധാരണ രീതിയിൽ തുണ്ടമീൻ കറി വെക്കത്തില്ലേ, ആ രീതിയിലാണ് ചെയ്തേക്കുന്നത്. അതുപോലെ വറുത്ത മീനാണ്. കറി ഏകദേശം പാകമാകാറായി. ഞാൻ കറി വാങ്ങി വെച്ചു. ഇച്ചിരി കരിയേപ്പില ഇവിടെ വണ്ടയിലോട്ടിട്ട് കൊടുത്ത് നല്ല സൂപ്പർ കറിയാണ്. നിങ്ങളൊന്ന് വെച്ച് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇങ്ങനെ ഒന്ന് വെച്ച് കൂട്ടി നോക്കൂ, എന്നിട്ട് പറ നല്ലതാണോ ഇല്ലയോ എന്ന്. തീർച്ചയായിട്ടും അടിപൊളി കറി.